ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കാരണം ആദിലയെ താങ്ങി നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദിലയെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അനുമോക്ക് നെഗറ്റീവ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അനുമോൾ ഇപ്പം കളിക്കുന്ന കളി, കാരണം അനുമോക്ക് നെഗറ്റീവ് ഉണ്ടാവുന്ന രീതിയിലുള്ള കളികളാണ് അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കും അനുമോളെ ഇഷ്ടമാണ്, നല്ലൊരു ഗെയിമറാണ്, നല്ലപോലെ കളിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അനുമോള്. ഞാനും അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്കും ഇഷ്ടമാണ്, അനീഷിന് ഇഷ്ടമാണ്, അതുപോലെ അനുമോളെ ഇഷ്ടമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറയുന്നതാണ്. ഷാനവാസിന് ഇഷ്ടമാണ്. അപ്പം ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും PR ആണ്, ഒരാൾ അടിച്ചു താത്തുന്നു, ഒരാൾ അല്ലെങ്കിൽ പൊക്കി വയ്ക്കുന്നു. അപ്പോൾ ഇവരെ ഞാൻ പറഞ്ഞല്ലോ, ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അനുമോള് പോകുന്ന റൂട്ട് ശരിയല്ല. കാരണം ഈ ആദിലയുടെ ഒരു വിഷയം ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് ലാലേട്ടൻ ചോദിച്ചു. കാരണം അത് ബിഗ് ബോസ് ടീമിനും ലാലേട്ടനും ചെയ്തത്, കാരണം ഇത്രയെങ്കിലും ഒരു മനുഷ്യനോട് ചെയ്തിട്ട് ഇത് ചോദിച്ചില്ലെങ്കിൽ അത് ആ മനുഷ്യനോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. കാരണം അനീഷ് എന്നൊരു കോമണറോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. അതിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ അയാളോട് ചെയ്തിട്ട് ഇത് ചോദിച്ചില്ലെങ്കിൽ അത് വളരെ മോശമെന്ന് തന്നെ പറയാം. പക്ഷേ ബിഗ് ബോസ് ടീമും ലാലേട്ടനും അത് ചോദിച്ചു. ലാലേട്ടൻ അതിനെ പറ്റിയിട്ട് ചോദിച്ചു, എല്ലാവരുടെ അടുത്തും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഈ കാണിക്കുന്നത്, ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം എൻഡിൽ അനുമോളെടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് ഒരു കാര്യം മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ടീമും അത് ലാലേട്ടനും ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുവാണ് അവരെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും. അവരാണ് ചിന്തിക്കേണ്ടത്. ബുദ്ധിപൂർവ്വം വേണം ഓരോ കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനും. പുറത്തു വരുന്ന ഓരോ വാക്കുകളും പുറത്ത് ചിലപ്പം നെഗറ്റീവ് ഉണ്ടാക്കാം, ചിലപ്പം പോസിറ്റീവ് ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കേണ്ടത്. പക്ഷെ ഇവിടെ അനുമോള് പറഞ്ഞൊരു മിസ്റ്റേക്ക്. കാരണം ലാലേട്ടൻ അനുമോളുടെ അടുത്ത് ലാസ്റ്റ് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ എന്താണ് ആദിലയ്ക്ക് കൊടുക്കാൻ ഉള്ള ഒരു അഡ്വൈസ്, അനുമോളുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ എന്താണ് ഒരു അഡ്വൈസ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അനുമോൾ അവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിലെ സപ്പോർട്ട് ചെയ്യുവാണ്, ആദിലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്. അനുമോൾ പറയുന്നത് എന്താണ്, ആദിലെ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഈ തമാശയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നതും പുറമേ നടന്ന് ഇങ്ങനെ ചെയ്യുന്നതും മാന്തുന്നതും പിച്ചുന്നതും നുള്ളുന്നതും അടിക്കുന്നതും ഇതൊക്കെ എനിക്കിഷ്ടമാണെന്നാണ് അനുമോൾ ഇവിടെ പറഞ്ഞത്. ഇത് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരെയും പ്രകൃതം ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പം അനുമോൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അനുമോൾ അവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം എല്ലാ ആൾക്കാരും ഒരുപോലെ ഇരിക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പം ഇവിടെ ഈ ആദിലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അനുമോൾ വീണ്ടും ഈ സംസാരിച്ചത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ ആദിലയുടെ നെഗറ്റീവ് അനുമോക്കും കൂടെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ ലാലേട്ടൻ പൊളിച്ചടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലാലേട്ടൻ ഇവിടെ പൊളിച്ചടിക്കും. ഒന്ന് പെങ്ങളൂട്ടിക്കാട്, രണ്ടാമത് മറ്റേ ഗ്രൂപ്പിസം, ഇതെല്ലാം പൊളിച്ചടിക്കുകയാണ്. ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പെങ്ങളൂട്ടിക്കാട്, പെങ്ങള്, ആങ്ങള, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ ആര്യൻ ഒരു രക്ഷയില്ല കേട്ടോ. ആര്യൻ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ടുള്ള രീതിയിൽ ആൻസർ പറഞ്ഞത്, മറുപടി കൊടുത്തത് ആര്യൻ മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുമോളെടുത്ത് ആദ്യം ചോദിക്കുന്ന സമയത്ത്, അനുമോളെടുത്തും ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഷാനവാസിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഭാഗത്ത് ഫ്രണ്ടായിട്ടുള്ള അനീഷ് കിടക്കുന്നു, ഒരു ഭാഗത്ത് പെങ്ങളായിട്ടുള്ള ആദിലെ നൂറയും കിടക്കുന്നു. അപ്പോൾ ഈ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നതെന്ന് വെച്ചാൽ, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില തമാശയ്ക്കാണ് അത് ചെയ്യുന്നത്, രണ്ടുപേരും തമാശയ്ക്കാണ് ചെയ്യുന്നത്. അനീഷും തമാശയ്ക്കാണ് ചെയ്യുന്നത്, ആദിലയും തമാശയ്ക്കാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല. അപ്പം ആദിലയും സപ്പോർട്ട് ചെയ്തേ പറ്റൂ, അനീഷിനെയും സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ ഷാനവാസ് സംസാരിക്കുന്നത്. പക്ഷേ കൂടുതൽ സപ്പോർട്ട് ഷാനവാസ് ആദിലയ്ക്ക് കൊടുത്തതുപോലെ എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നുണ്ട്. ഇവിടെ ആദിലയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസ് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനീഷ് ഒരു കാര്യം 100 വട്ടമെങ്കിലും പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഷാനവാസ് എടുത്തിട്ട് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചണിൽ ഈ പാത്രം കഴുകാനായിക്കൊണ്ട് ഈ ആദിലെ വിളിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഷാനവാസ് എടുത്തിരുന്നത്. അപ്പം ആദിലെ ചെന്നിട്ട് ഇങ്ങനെ പാത്രം കഴുകൂ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഇവൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് ഈ വീക്ക് മാത്രമല്ലല്ലോ, വന്ന അന്ന് മുതൽ അനീഷ് ഇങ്ങനെ ആയിരുന്നല്ലോ,
എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ആ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരം എന്താന്ന് ആ ചോദിച്ചതിൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഈ ആദിലയും ഷാനവാസും നൂറയും ഈ ഒരു ആങ്ങളും പെങ്ങളും ആവുന്നത് വരെ അനീഷ് അവിടെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വന്ന അന്ന് തൊട്ട് ഈ ഈ ദിവസം വരെ അനീഷ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അന്ന് കഴിഞ്ഞ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലോ അല്ലെങ്കിൽ മറ്റുള്ള ലാലേട്ടൻ്റെ എപ്പിസോഡിലോ ഈ കാര്യം ഷാനവാസ് പറഞ്ഞിട്ടില്ല? അനീഷിൻ്റെ ഈ റിപ്പീറ്റ്, ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടി. പക്ഷെ ഇപ്പം ഈ ആദിലയുമായിട്ട് ഒരു പെങ്ങളെ കുട്ടി കോംബോ ഇറക്കിയതിന് ശേഷം എന്തുകൊണ്ട് ഇപ്പം ഈ ഒരു കാര്യം ഇപ്പം അനീഷിൻ്റെ ഈ പ്രശ്നം ഷാനവാസ് പറയുന്നു? അപ്പോൾ അത് ലാലേട്ടൻ ആ ഒരു ഇതാണ് ലാലേട്ടൻ ചോദിച്ചത്. ഇതിനു മുമ്പും അനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. പക്ഷേ ഈ ആദിലയുടെ കുഴിയിൽ വീണിട്ട്, ആദിലയുടെ ഈ പെങ്ങളെ കുട്ടി ഇതിലും വീണ് അനുമോളും ഷാനവാസും കൂടെ അവരെ ഗെയിം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടിനെയും ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇവർ രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അനീഷ് A to Z കാര്യങ്ങൾ ലാലേട്ടനടുത്ത് പറയുന്നുണ്ട്. ഈ ആദില അനീഷിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഉറങ്ങിക്കിടക്കുമ്പം വന്ന് പാത്രം കൊട്ടുന്നതും, അതുപോലെ കാലിൽ പേസ്റ്റ് ഇടുന്നതും, മുഖത്ത് മറ്റേ ഇത് ഫോം തേക്കുന്നതും, ഇതെല്ലാം A to Z കാര്യങ്ങൾ ലാലേട്ടനോട് അനീഷ് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിസ്സാരമായിട്ടൊന്നും അറ്റ്ലീസ്റ്റ് ഒരു സോറി പോലും പറയാതെ ഈ ആദില അതിന് കൊടുത്ത മറുപടി കേട്ടോ, അതാണ് എന്നെ അതിശയിപ്പിച്ചത്. പുള്ളിക്കാരി എന്ത് കൂളായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ എന്നെ ഇറിറ്റേഷൻ ചെയ്തതിൻ്റെ വാശിക്ക് ഞാൻ ചെയ്തതാണ്. ഞാനൊരു ജിം ട്രെയിനറാണ്. അപ്പോൾ പുറമേ പോയി അടിക്കുന്ന ശീലം എനിക്കുണ്ട്. അവിടെ ജിമ്മിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം ഞാൻ പുറമേ പോയി ഇങ്ങനെ തള്ളാറുണ്ട്, പുഷ് ചെയ്യാറുണ്ട്. ലാലേട്ടൻ ചോദിച്ചു കേട്ടോ, പുറമേ ചെന്ന് അടിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അടിക്കുന്നതൊക്കെ ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചോദിച്ചു. ബാക്കി ജനങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കുവാണ്. കാരണം അവിടെ ലാലേട്ടനോ അല്ല ബിഗ് ബോസോ അവിടെ നിന്ന് ഈ അതിലെ ഫയർ ചെയ്തിട്ടൊരു കാര്യമില്ല. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കമ്മ്യൂണിറ്റിക്കാരുണ്ടല്ലോ, അവരെല്ലാം കൂടെ ഇറങ്ങി വരും. പിന്നെ ബിഗ് ബോസ് ടീമിനും അതുപോലെ ലാലേട്ടനും എതിരെ അങ്ങോട്ട് കുറേ പോസ്റ്റ് അങ്ങോട്ട് ഇടും. അപ്പം ഇവർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ബിഗ് ബോസ് ടീമും അതുപോലെ ലാലേട്ടനും ചെയ്തത് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ ചോദിച്ച് അത് ജനങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. നല്ല രീതിയിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾ നോക്കിക്കോളൂന്ന് അവർക്കറിയാം. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളെയും ഷാനവാസിൻ്റെയും കാര്യം. കാരണം വീണ്ടും ഇത്രയും കുഴപ്പങ്ങളുണ്ടാക്കി ഇത്രയും വെറുപ്പിച്ച് ആ ആദിലെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അവരെ എനിക്ക് ഇഷ്ടമാണ്. അവരുടെ ഗെയിം ഇഷ്ടമാണ്. ഈ ഷാനവാസിൻ്റെ ഗെയിമും അതുപോലെ അനുമോളെ ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ആദിലയുടെ മൂടും താങ്ങി നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ആര്യനുണ്ടല്ലോ, ഈ അനുമോള് തമാശയ്ക്കാണ് ഈ ആദില ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര്യനൊരു കാര്യം പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത്. ലാലേട്ട ചിലപ്പം തമാശയ്ക്കായിരിക്കാം, അവർ ചെയ്യുന്നത് തമാശയ്ക്കായിരിക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനെ അവർ തമാശയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഞാനും ഇതുപോലെ തമാശയ്ക്ക് ചെയ്യാം. അപ്പം ആരും ഒന്നും പറയില്ല എന്ന് ആര്യം പറയുന്നുണ്ട്. നാളെ ആര്യനും ഇതുപോലെ തമാശയ്ക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെന്ന് പുറത്തടിക്കുകയോ ആരെങ്കിലും ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് കഴിഞ്ഞാലോ ബാക്കിയിരിക്കുന്ന ആൾക്കാർ എന്നെയും ഒന്നും പറയില്ല. ചിലവർക്കിത് തമാശയായിട്ട് തോന്നിയേക്കാം, ചിലവരിത് തമാശയാക്കി കാണിക്കുന്നു, തമാശയാക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ നല്ല പോയിന്റാണ് ആര്യൻ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആര്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആര്യൻ വരുംതോറും കുറച്ച് പോസിറ്റീവായിക്കൊണ്ടേ വരുവാണ്. ഇപ്പോഴത്തെ ആര്യൻ്റെ പ്രകടനമൊക്കെ ആര്യൻ്റെ ഗെയിമൊക്കെ ഇപ്പോൾ നല്ലവണ്ണം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം